അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? അമ്പരചുംബികളായ ബിൽഡിങ്സ്, വിശാലമായി കിടക്കുന്ന റോഡുകൾ, വളരെ വളരെ തിരക്കുള്ള വിമാനത്താവളങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ഇങ്ങനെ എല്ലാം കൂടെ ഒരു ഹൈടെക് ഫീലിംഗ് ആണ് അല്ലേ? എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള സ്കോപ്പ് അമേരിക്കയിലുണ്ടോ? വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അമേരിക്കയിൽ ഭൂരിഭാഗം മലയാളികളും ഒന്നുകിൽ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു മലയാളിയെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നു, ജോണി ചായൻ. വളരെ വ്യത്യസ്തവും വളരെ ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ പ്രദേശം കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് കേരളമല്ല, നമ്മുടെ അമേരിക്കയിലെ ഹൂസ്റ്റൺ ടെക്സസിൽ നിന്ന് ഏകദേശം 60 മൈൽ ദൂരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈടെക് ഗ്രാമമാണ്. ഹലോ, നൈസ് ടു മീറ്റ് യു. ഇതാണ് നമ്മുടെ ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ ജോണി ചായൻ. ചേട്ടൻ ഒരു കൗബോയ് സ്റ്റൈലിലാണ്. എത്ര കാലമായി ചേട്ടൻ അമേരിക്കയിൽ വന്നിട്ട്? ഞാൻ 74 വന്നതാണ്. ആദ്യമേ വന്നത് ഈ പ്രദേശത്താണ്? അല്ല, ചിക്കാഗോയിലാണ് വന്നത്. ചിക്കാഗോയിൽ ഒരു 17 ഇയർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ കർഷക മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതായത് അമേരിക്കയിൽ വരുന്ന ആൾക്കാരെ ഇമിഗ്രൻ്റായിട്ട് വന്നു, കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ബോണായി, ആരും തിരിച്ചു പോകത്തില്ല, കുഞ്ഞുങ്ങളാരും തിരിച്ചു വരികയില്ല. എനിക്ക് നാട്ടിൽ ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്, ലാൻഡുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എനിക്ക് അതിനകത്ത് വളരെ ഇൻട്രസ്റ്റായി. അപ്പം ജനറേഷന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്തോലും ഒന്ന് വേണമല്ലോ എന്ന് കരുതി. ഇപ്പോൾ ഒരു കാറോ ഒരു വീടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് അല്ല, അത് മൂവുകളാണ്. എന്നാൽ പെർമനൻ്റായിട്ടൊരു ലാൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫിക്സാണ്, നമ്മുടെ ഓൺ, നമ്മൾ നാട്ടിലെ പോലെ നമ്മളിവിടെ ജീവിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ടുള്ള എനിക്ക് നല്ലൊരു ഫിഷിങ് ഫിഷുണ്ട്, ഫിഷ് പോണ്ടുണ്ട്. നല്ല ഒരെണ്ണം, നല്ല റിവർ പോലെ അത് വെട്ടിയിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി, ചെറിയൊരു ബോട്ടും ഒക്കെ ഉണ്ട്, മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു ഡക്ക് ഫാം ഉണ്ട് എനിക്ക്. എത്രത്തോളം? കഴിഞ്ഞ ഈ താങ്ക്സ് ഗിവിന് ഒരു മോർ ദാൻ 500 ആയിരുന്നു. താങ്ക്സ് ഗിവിന് ഒരു 100-150 ആൾക്കാർ കൊണ്ടുപോയി. ഇപ്പോൾ അല്പം ഇച്ചിരി കുറഞ്ഞു. പിന്നെ മയിലുണ്ട് ഇവിടെ, പീക്കോക്ക്. എന്താണ് മയിലിന്? മയിലെണ്ണ അത് വലിയ ഡിമാൻഡാണ് ഇവിടെ. ഒരു എഗ്ഗിന് $10 ഉണ്ട്. ഒരു അത് കുഞ്ഞു മുട്ടയും കൊണ്ട് വിരിഞ്ഞാൽ ഉടനെ അതിന് $25 ഒരു കുട്ടിയുടെ വിലയാണ്. ഇത് നമ്മുടെ ജോണി ചായൻ്റെ മീൻ വളർത്തുന്ന കുളമാണ്. ചേട്ടാ, ഇവിടെ എന്ത് തരത്തിലുള്ള മീനുകളൊക്കെയാണ് കൂടുതലുള്ളത്? ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ക്യാറ്റ് ഫിഷും നമ്മുടെ കരിമീൻ പോലുള്ളൊരു സൈസ് ബ്ലൂ ജിൽ എന്ന് പറയുന്ന ഫിഷുമാണ്. ക്യാറ്റ് ഫിഷ് നമുക്ക് അതിന് കുറച്ച് ഭക്ഷണം കൊടുക്കാം. ഇത് ചേട്ടൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് വിൽക്കുന്നുണ്ടോ? ക്യാറ്റ് ഫിഷിനെ വിൽക്കാനാണ്. ഒരു 3 ഇയർ ആകുമ്പോൾ, ഇപ്പം ഒരു വർഷമായി കഴിഞ്ഞ് 2 more ഇയർ ആകുമ്പം ഒരു $300,000 ക്യാറ്റ് ഫിഷിനകത്തുണ്ട്. ഇത് നമ്മുടെ ആടിൻ്റെ ഒരു ഭക്ഷണപ്പുരയാണ്. ഇവിടുത്തെ ആടിന് കൊടുക്കുന്ന ഭക്ഷണം ബ്രെഡാണ്. ആടിന്, പശുവിനൊക്കെ ബ്രെഡാണ് നമ്മുടെ ജോണി ചായൻ നൽകുന്നത്. അതിൻ്റെ ഒരു സ്റ്റോർ ഹൗസാണ് നമ്മുടെ. ഇത് നമ്മുടെ ജോണി ചായൻ്റെ മയിൽ വളർത്തൽ കേന്ദ്രമാണ്. വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. മയിൽ മുട്ട ചേട്ടൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട്. മയിൽ എങ്ങനെയാണ് ചേട്ടാ? മയിലിന് എന്താണ്?
മയിൽ ഇവിടെ വില്ലേജിലെ മയിലിനെ ആൾക്കാർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മീറ്റ് ഒരു മയിലിന് ഒരു $250 തന്നിട്ട് ഇറച്ചിക്കായിട്ടാണ് വാങ്ങുന്നത്. മെഡിക്കൽ പരമായിട്ട് നല്ല ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് അവർ പറയുന്നത്. ആർത്രൈറ്റിക്സിന് ഒരു മുട്ടയ്ക്കൊക്കെ $10 തന്നിച്ച് അവർ വാങ്ങിക്കുന്നത്. ചേട്ടന് ഇവിടെ എത്ര മൈൽ ഒരു മുട്ട ഒരു ദിവസം എത്ര മുട്ട കിട്ടും ചേട്ടന് ഏകദേശം? മാർച്ചിലാണ് അതിൻ്റെ സീസൺ തുടങ്ങുന്നത്, മുട്ടയിടാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്നേരത്തെ എല്ലാ മുട്ടയും ഇടും, അത് എവറി ഡേ. അപ്പോൾ ഒരെണ്ണം ഒരു 10-60 മുട്ട വരെ ഇടും. ജോണി ചായൻ്റെ താറാവ് വളർത്തൽ കേന്ദ്രമാണിത്. താറാവ് മാത്രമല്ല, പല വെറൈറ്റീസ് ഓഫ് ഡക്സ് ഉണ്ടല്ലേ ഇവിടെ? 6 ഡിഫറെൻറ്റ് വെറൈറ്റി ഡക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ ഡക്കുമുണ്ട്. കേരളത്തിലെ ഡക്ക് കേരളത്തിൽ കൊണ്ടുവന്നതാണ്? അല്ലല്ല, ഇവിടെ കിട്ടും. ഇവിടെ അമേരിക്ക കിട്ടും എല്ലാം. ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ വിളിച്ച് ഇൻ്റർനെറ്റ് വഴി ഓർഡർ ചെയ്താൽ മതി. ഒരു ദിവസം ശരാശരി എത്ര മുട്ട കിട്ടുന്നുണ്ട്? ഇപ്പം 100 മുട്ട വെച്ച് ആവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നവരുണ്ട്. അവർ വീക്കെൻഡിൽ 3, 4, 5 ഫാമിലി ഡിഫറെൻറ്റ് കൂട്ടരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ 100, 150 മുട്ട വെച്ച് ഇവിടുന്ന് വരുന്നവർ കൊണ്ടുപോകും. ഈ ലാൻഡ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത് വനമായിരുന്നു. അപ്പോൾ ഇത് തെളിപ്പിക്കാനും ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ കൊണ്ട് വെച്ചതാണ് ഈ ഒരു വീട്. ഇപ്പം ഞാൻ ഈ വീട് ഉപയോഗിക്കുന്നത് ഇൻക്യുബേറ്റർ വെക്കുകയാണ്. മുട്ട ഇറക്കുക, ഡക്കിൻ്റെ മയിലിൻ്റെ ഒക്കെ മുട്ട ഇതിനകത്ത് വെച്ച് ഇൻക്യുബേറ്ററായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കുക. സെയിം ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ മുട്ടയ്ക്ക് കിട്ടും. അങ്ങനെയുള്ള സ്പെഷ്യൽ ട്രേ ആയത്. ഇത് ഇൻക്യുബേറ്ററിൽ വെക്കുന്ന ഒരു തെർമോമീറ്ററാണ്. മുട്ടയുടെ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അച്ഛാ, ഇത് നമുക്ക് എത്ര ദിവസം വേണ്ടി വരും ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞാകാൻ? കോഴിമുട്ട 21 ദിവസം കറക്റ്റ് എടുക്കും. ഡക്കിൻ്റെ മുട്ട 28 ദിവസം. എന്നാൽ ഗീസിൻ്റെ ആണെങ്കിൽ 35 ദിവസം. ഇവിടുത്തെ ഓരോ മൃഗവും ജോണി ചായനുമായിട്ട് വളരെ ഒരു ആത്മബന്ധമാണുള്ളത്. ജോണി ചായൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും അടുത്ത് വരും. ഇപ്പോൾ ജോണി ചായൻ തൻ്റെ ആടുകളെ ഒന്ന് വിളിക്കുകയാണ്. ചേട്ടാ, ഒന്ന് നമുക്കൊന്ന് വിളിച്ചാലോ ഈ ആടുകളെ? അപ്പോൾ ജോണി ചായ, അമേരിക്കൻ ജാലകത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.